ഇപ്പം മക്കളെല്ലാവരും സ്കൂളിൽ പോയി. ഇനി എനിക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രങ്ങളെന്ന് പറയുമ്പം തന്നെ അറിയാം, ഒത്തിരി അതൊരു നല്ലൊരു ജോലി തന്നെയാണ് പാത്രം കഴുകുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് പാത്രം കഴുകുന്നത്. ആദ്യം എല്ലാ പാത്രങ്ങളും സിങ്കിലിട്ടിട്ട് 1 by 1 ഞാൻ അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് അതിനകത്ത് തന്നെ ഒരു വേസ്റ്റ് കളക്റ്റിംഗ് ബേസിൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എല്ലാം കളക്ട് ചെയ്തിടും. ഇനി അങ്ങനെ കഴിയാലേ തൃപ്തിയുള്ളൂ. ഞാനപ്പോൾ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ, എല്ലാ ചായപാത്രമുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രമുണ്ട്, എല്ലാത്തിലുള്ള വേസ്റ്റ് ഞാൻ ആദ്യം ഇതുപോലെ ഓരോന്നായിട്ട് കഴുകിയെടുക്കും. നിങ്ങളിങ്ങനെ തന്നെയാണോ കഴുകിയെടുക്കുന്നത്? ഇതുപോലെ ഓരോരോ പാത്രമായിട്ട് ഞാനിങ്ങനെ കഴുകും. പിന്നെ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അടുപ്പത്ത് ഓരോ സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. കാരണം ഇത് മാത്രം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാത്രം പോകും. അപ്പം ഞാനിപ്പോൾ കഞ്ഞിക്ക് വെള്ളവും വെച്ചിട്ടാണ് ഞാൻ ഈ പാത്രം കഴുകുക ചെയ്യുന്നത്. ഓരോ പാത്രമായിട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു, വേസ്റ്റ് കളഞ്ഞു കഴിഞ്ഞു. ഇനി അതെല്ലാം സോപ്പിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതാണ് വേസ്റ്റ് കളക്റ്റിംഗ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിനുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഞാനിനി നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ഞാനെടുത്ത് വേസ്റ്റ് ഇടുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സിങ്ക് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം അതിനകത്ത് തേയിലക്കൊത്തിൻ്റെയൊക്കെ കുറച്ച് അംശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കഴുകിയെടുത്തു. അതിന് ശേഷം ഞാൻ ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകാൻ തുടങ്ങണം. ആദ്യം ഞാൻ ഗ്ലാസ് ഐറ്റംസാണ് കഴുകുന്നത്. കാരണം അതാണ് എനിക്ക് ആദ്യം കഴുകിയെടുക്കാനായിട്ട് ഇഷ്ടം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഗ്ലാസ്സാണ്. അപ്പം ഗ്ലാസ് അത്രയും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം വാഷ് ചെയ്യുന്നത്, സോപ്പിടുന്നത് ഗ്ലാസ് ഐറ്റംസാണ്. അതിനുശേഷം ഞാൻ ചായ കപ്പ് കഴുകി പിന്നെ ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകിയെടുക്കുകയാണ്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പാത്രമൊക്കെ കഴുകാനായിട്ട്. ഇപ്പോൾ കഴുകി മടുത്തു. നിങ്ങളും അങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണോ? കാരണം ഒത്തിരി ഉണ്ട്. ഒരു ദിവസം തന്നെ 3, 4, 5 പ്രാവശ്യമൊക്കെ പാത്രം കഴുകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇത് മടുത്തിരിക്കുവാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, സംവിധാനങ്ങളുണ്ടോ എന്നൊക്കെ തിരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അത്രയ്ക്കും പാത്രങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ പണ്ടൊക്കെ അമ്മയൊക്കെ പാത്രം കഴുകുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കാറുണ്ടോ, ഈ പാത്രം കഴുകുന്നത് ഇത്രയും വലിയ ജോലിയാണോ, ഇതൊക്കെ വളരെ സിമ്പിൾ ജോലിയല്ലേ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കാര്യത്തോടടുത്തപ്പോൾ മനസ്സിലാവുന്നത് ഇതൊക്കെ എന്താണ്, ചെറിയ ജോലിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെ അമ്മ അച്ഛനൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലുണ്ടാകില്ല, ഇത്രയും ജോലിയുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എന്താ നിസ്സാരമല്ലേ എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെയൊക്കെ തിങ്കിങ്. പക്ഷേ ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആയപ്പോഴത്തേക്കും മനസ്സിലായി അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രയാസങ്ങളും ഓരോ ജോലിക്കും ഉണ്ടെന്ന്. പിന്നെന്താ, അപ്പോൾ പാത്രമൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ കഴുകിയെടുക്കുവാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് നല്ല വെള്ളം തന്നെ വേണ്ടി വരും പാത്രം കഴുകാനായിട്ട്. ചിലർ വളരെ കുറച്ച് വെള്ളത്തിൽ തന്നെ പാത്രം കഴുകിയെടുക്കുന്നവരുണ്ട്. ചിലർ 2 ബേസിനൊക്കെ വെച്ചിട്ട് ഒന്നിന് കഴുകി മറ്റൊന്നായിട്ട് പകർത്തി അങ്ങനെയായിട്ട് കഴുകുന്നവരും ഉണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ കഴുകുന്നതാണ് തൃപ്തി എന്ന് പറയുന്നത്. കാരണം ശരിക്കും വെള്ളമാവും, പാത്രം നല്ലതുപോലെ വൃത്തിയാവുകയും ചെയ്യും. അപ്പം ഈ രീതിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പാത്രമൊക്കെ കഴുകുന്നത്? ബേസിൻ വെച്ചിട്ടാണോ അതോ ഇതുപോലെ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് തന്നെയാണോ പാത്രം കഴുകിയെടുക്കുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവരും ഈ ട്രിക്കൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനെ ബേസിനൊക്കെ വെച്ച് 1 by 1 കഴുകിയെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് സമയനഷ്ടം തന്നെയാണ്. അപ്പോൾ അവരെന്തായാലും ഈ രീതി തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. പിന്നെ പാത്രം കഴുകി അവസാനത്തെ മിനുക്ക് പണിയാണ്. പാത്രം കഴുകി എല്ലാം തീർന്നു. ഇനി എനിക്ക് എൻ്റെ പാചകപ്പുറം എല്ലാം നല്ലതുപോലെ നീറ്റാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി പാത്രം കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജോലി അതാണ്. പുറം മുതൽ മൊത്തം, അത് പാത്രം വയ്ക്കുന്നത് മുതൽ അടുപ്പിൻ്റെ സൈഡ് മുതൽ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കും. എന്നാലേ എനിക്കൊരു തൃപ്തി തോന്നത്തുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത്. പാത്രമെല്ലാം കഴുകി ഒരു ബേസിനെടുത്ത് വെച്ചിട്ടുണ്ട്. അതാ എൻ്റെ പാത്രങ്ങളെല്ലാം ക്ലീനായി സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇനി എനിക്ക് ചെയ്യേണ്ടത് പാചകപ്പുറം കംപ്ലീറ്റായിട്ട് വൃത്തിയാക്കണം. ഇതുപോലെ ഞാനൊരു
ടവൽ യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് മൊത്തം തുടച്ചെടുക്കുവാണ്. തുടച്ച് നീറ്റാക്കി ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വേസ്റ്റ് വെച്ച കാര്യം എടുത്ത് കളയാൻ മറന്നുപോയി. ഇനി വേസ്റ്റ് കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാൻ അത്രയും തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലൊരു അവസാനത്തെ മിനുക്കുപണി പോലെ മൊത്തവും തുടപ്പും അങ്ങനെയൊക്കെ ഉണ്ടോ, അതോ പാത്രമൊക്കെ ഈ വലിയൊരു ബേസിനകത്തോട്ടാണോ ഇങ്ങനെ അടുക്കി വെക്കുന്നത്? എൻ്റെ പാചകത്തിന് അത്രയും വലിയ പാചകമല്ലാത്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞു ബേസിനകത്തോട്ടാണ് എൻ്റെ പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ.